Hello, good morning, my dear students. Today we are going to discuss the new chapter, which is free consent. What do you mean by free consent? ഫ്രീ കൺസെൻറ്റിൻ്റെ മലയാളം എന്താ? സ്വമേധയാലുള്ള സമ്മതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിലൊക്കെ നിങ്ങൾ നോക്കിയല്ലോ. കോമ്പീറ്റൻസോ പാർട്ടീസൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് എന്താണ് ഫ്രീ കൺസെൻറ്റ്? സ്വമേധയാലുള്ള സമ്മതം. നമ്മൾ നേരത്തെ മുമ്പ് ആദ്യത്തെ ചാപ്റ്റർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന പാർട്ടീസിൻ്റെ സമ്മതം സ്വമേധയാലായിരിക്കണം. അതായത് നിർബന്ധത്താലാകരുത്, ചതിയിലൂടെ ആകരുത്, അന്യായമായ സ്വാധീനത്തിലൂടെ ആകരുത്, തെറ്റിദ്ധരിപ്പിച്ചാകരുത്, തെറ്റിലൂടെ ആകരുത്, മിസ്റ്റേക്കിലൂടെ ആകരുത്. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ആദ്യമേ പഠിച്ചിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ് ഫ്രീ കൺസെൻറ്റ്. ഓക്കെ, നമുക്ക് നോക്കാം. Section 13 of the Indian Contract Act defines two or more persons are said to consent when they agree upon the same thing in the same sense. ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന രണ്ടോ അതിലധികമോ ആൾക്കാർ, ഓക്കെ, 2 പേര് വേണമെന്നറിയാലോ മിനിമം, അതോ അതിലധികം ആൾക്കാർ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ആ കോൺട്രാക്റ്റിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ആ കോൺട്രാക്റ്റിലെ അവരുടെ സമ്മതം, ടേംസ് ആൻഡ് കണ്ടീഷൻ അല്ല, ഒരേപോലെയാണെങ്കിൽ, അല്ലെങ്കിൽ സെയിം തിങ് സെയിം സെൻസ്, ഒരേ കാര്യം ഒരേപോലെയാണ് അവർ സമ്മതിച്ചിരിക്കുന്നതെങ്കിൽ, ഒരേ മനസ്സോടെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 2 പേരുടെ ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് ആയിരിക്കണം. 2 പേർക്കും അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന പാർട്ടീസിൻ്റെ പൂർണ്ണ സമ്മതം അതിനകത്തുണ്ടായിരിക്കണം. അതിനകത്തുള്ള ടേംസും കണ്ടീഷൻസും അവർ പൂർണ്ണമായി സമ്മതിച്ചിരിക്കണം. പൂർണ്ണമായി അവർക്ക് ഒരു എതിർപ്പുമില്ലാതെ പൂർണ്ണ സമ്മതമാണെങ്കിൽ, ഒരേപോലെ അംഗീകരിക്കുന്നെങ്കിൽ അത്തരം സമ്മതത്തെയാണ്, അതായത് ആരുടെയും നിർബന്ധത്താലോ ആരുടെയും സ്വാധീനത്താലോ അല്ലാതെ സ്വമേധയാൽ അവർ സമ്മതിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്നത്. ദസ് കൺസെൻറ്റ് ഇൻവോൾവ്സ് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് ഓർ കോൺസെൻസസ് ആഡൈഡ. എന്ന് വെച്ചാൽ കൺസെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരേ മനസ്സ്, അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദ കോൺസെൻസസ് ആഡൈഡം. എന്താണ് അതിൻ്റെ നമ്മൾ പറഞ്ഞ ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്, ദാറ്റ് ഈസ് എഗ്രി അപ്പോൺ ദ സെയിം തിങ് ഇൻ ദ സെയിം സെൻസ്. ഒരു കാര്യം ഒരേ മനസ്സോടെ അംഗീകരിക്കുന്നതിനാണ് നമ്മൾ കോൺസെൻസസ് ആഡൈഡം ഓർ മീറ്റിംഗ് ഓഫ് മൈൻഡ് ഓർ ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് കോൺസെൻസസ് ആഡൈഡം, മീറ്റിംഗ് ഓഫ് മൈൻഡ് ഓർ ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ്. ഫോർ എക്സാമ്പിൾ, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. എ സോൾഡ് ഹിസ് ബിസിനസ്. എ എന്നുള്ള ഒരാൾ അയാളുടെ ബിസിനസ് ബിക്ക് വിറ്റു. അത് വിത്തൗട്ട് എനി ഇൻഫർമേഷൻ, ആ വിറ്റ കാര്യം അയാളുടെ കസ്റ്റമേഴ്സിനെ അയാൾ അറിയിച്ചതുമില്ല. സി എന്നുള്ള ഒരാൾ, അയാൾ എയുടെ ഒരു കസ്റ്റമറായിരുന്നു. അയാൾ സി ഒരു ഓർഡർ കൊടുത്തു, എക്കാണ് കൊടുത്തത്. പക്ഷേ എ ഒരു ഓർഡർ കൊടുത്തു സാധനം വാങ്ങാൻ. പക്ഷേ ബി ആണ് ആ ഓർഡർ റിസീവ് ചെയ്തത്. കാരണം എന്താ? ബി ഓൾറെഡി കട വാങ്ങിപ്പോയി, അല്ലെ ബിസിനസ് വാങ്ങിപ്പോയി, എന്നിട്ട് സിക്ക് സപ്ലൈ ചെയ്തു. പക്ഷേ ഹിയർ സി ഇൻറ്റൻസ് ടു, ഹിയർ സിക്ക് ആഗ്രഹം എ ആയതുകൊണ്ടാണ് അവിടുന്ന് വാങ്ങിയത്, ബി ആയതുകൊണ്ടല്ല. അപ്പോൾ എന്ത് ചെയ്തു? സി ഇൻറ്റൻസ് ടു കോൺട്രാക്ട് വിത്ത് എ ആൻഡ് നോട്ട് ടു ബി. സിക്ക് ആഗ്രഹം എ ആയിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതാണ്, ബിയോട്ടല്ല, ബിയുമായിട്ടല്ല. ദെയർഫോർ അവിടെ എന്താണ്? ഈ കോൺട്രാക്റ്റ് നിലവിൽ വരാൻ പറ്റില്ല. ദർ ഈസ് നോ കോൺട്രാക്ട് ബിറ്റ്വീൻ ബി ആൻഡ് സി ബിക്കോസ് ദർ ഈസ് നോ കോൺസെൻസ് ആഡൈഡം ഓർ മീറ്റിംഗ് ഓഫ് മൈൻഡ് ബിറ്റ്വീൻ ബി ആൻഡ് സി. സിക്ക് ബിയോട് ഇടപെടാനായിട്ട് താല്പര്യമില്ല, അപ്പോൾ അവിടെ ഒരു മീറ്റിംഗ് ഓഫ് മൈൻഡ് ഇല്ല. സിക്ക് എയോടാണ് ഇടപെടാൻ താല്പര്യം, അപ്പോൾ അവിടെ ഒരു ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് ഇല്ലാത്തതുകൊണ്ട് കോൺട്രാക്റ്റ് നിലവിൽ വരില്ല. ദിസ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് കൺസെൻറ്റ്, ഫ്രീ കൺസെൻറ്റ്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ്, മീനിങ് ഓഫ് ഫ്രീ കൺസെൻറ്റ്. ഫ്രീ കൺസെൻറ്റിൻ്റെ മീനിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. ഫ്രീ കൺസെൻറ്റ് ഈസ് ദ റിയൽ കൺസെൻറ്റ് വിച്ച് ഈസ് റെക്കോർഡ് ടു മേക്ക് എ വാലിഡ് കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റ് നടത്താനായിട്ട്, അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ടുള്ള ഒരു റിയൽ കൺസെൻറ്റിനെയാണ് നമ്മൾ ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള യഥാർത്ഥ സമ്മതത്തെയാണ് നമ്മൾ ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്നത്. ദ പാർട്ടീസ് ടു എ കോൺട്രാക്ട് ഷുഡ് ഹാവ് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ് ഓർ കോൺസെൻസ് ആഡൈഡം. കോൺട്രാക്ട് ഏർപ്പെടുന്ന വ്യക്തികൾക്ക് ഒരേ മനസ്സും അല്ലെങ്കിൽ കോൺസെൻസസ് ആഡൈഡം ഉണ്ടാകണം. ദ പാർട്ടീസ് ടു എ കോൺട്രാക്ട് ഷുഡ് ഹാവ് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് ഓർ കോൺസെൻസസ് ആഡൈഡം. അത് നമ്മൾ പഠിച്ചാണ് അല്ലേ. പാർട്ടീസിന് എന്തുണ്ടായിരിക്കണം? കോൺസെൻസസ് ആഡൈഡം അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് ഉണ്ടാകണം. ഓക്കെ, നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു സെക്ഷൻ 14, consent is said to be free when it is not caused by
സെക്ഷൻ 14 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പറയുന്നുണ്ട് കൺസെൻറ്റ് ഫ്രീ ആണ്, ഈ സെഡ് ടു ബി ഫ്രീ. എങ്ങനെയാണ്? വെൻ ഇറ്റ് ഈസ് നോട്ട് കോസ്ഡ് ബൈ, ഉണ്ടാകരുത്. എങ്ങനെയാണ്? കൊയേർഷൻ. കൊയേർഷൻ എന്ന് വെച്ചാൽ എന്താണ്? നിർബന്ധം. ആസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 15. സെക്ഷൻ 15 പറയുന്നില്ല കൊയേർഷൻ നിർബന്ധത്താലാകരുത്. അൺഡ്യൂ ഇൻഫ്ലുവൻസ്. സെക്ഷൻ 16 അന്യായമായ സ്വാധീനം. ഫ്രോഡ്. ഫ്രോഡ് എന്ന് വെച്ചാൽ ഇൻറ്റൻഷണൽ ഡിസീവിങ് ഓഫ് പാർട്ടീസ് എന്നാണ് ഫ്രോഡ് എന്ന് പറയുന്നത്. ഇൻറ്റൻഷണൽ മനഃപൂർവ്വമുള്ള ചീറ്റിങ്ങിനെയാണ് നമ്മൾ ഫ്രോഡ് എന്ന് പറയുന്നത്. ഒരാളെ നമ്മൾ അറിയാതെ പറ്റിക്കുന്നതല്ല, അറിഞ്ഞുകൊണ്ട് ഒരാളെ പറ്റിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്രോഡ്. ഇൻറ്റൻഷണൽ, അതായത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ചീറ്റിംഗ് അതർ പാർട്ടി ഇൻറ്റൻഷണലി, ദാറ്റ് ഇസ് ബി ഫ്രോഡ്. സെക്ഷൻ 17 മിസ്റെപ്രസെൻറ്റേഷൻ. തെറ്റായ കാര്യങ്ങൾ ധരിപ്പിച്ച്, അതായത് തെറ്റിദ്ധരിപ്പിച്ച് ഏർപ്പെടുത്തുക. മിസ്റ്റേക്ക്, നിയമപ്രകാരം ചെയ്യേണ്ട കാര്യം മിസ്റ്റേക്കായിട്ട് ചെയ്യുക. അതൊക്കെ മിസ്റ്റേക്കായിട്ട് ചെയ്യുന്ന, ഇപ്പം ഒരു എഗ്രിമെൻറ്റ് സ്റ്റാമ്പ് പേപ്പറിൽ എഴുതണം, പക്ഷേ അങ്ങനെ എഴുതിയില്ല, മിസ്റ്റേക്കായിട്ട് വെള്ള പേപ്പറിൽ എഴുതി വെച്ചു. മിസ്റ്റേക്ക്, നിയമപരമായിട്ടുള്ള മിസ്റ്റേക്കിലൂടെ, നിയമപരമായിട്ട് ചെയ്യേണ്ടാത്ത കാര്യം മിസ്റ്റേക്കിലൂടെ ചെയ്യുമ്പോൾ അതിനെയും ഫ്രീ കൺസെൻറ്റ് കണക്കാക്കുന്നത്. സെക്ഷൻ 20, 21 and 22. ഇങ്ങനെ 5 തരത്തിലാണ് ഒരു കൺസെൻറ്റിനെ ഫ്രീ അല്ലാതാക്കുന്നത്. നിർബന്ധം, അന്യായമായ സ്വാധീനം, ഫ്രോഡ് ഓർ ചീറ്റിംഗ്, മിസ്റെപ്രസെൻറ്റേഷൻ തെറ്റിദ്ധാരണ, തെറ്റിദ്ധരിപ്പിക്കൽ, മിസ്റ്റേക്ക് നിയമപരമായ തെറ്റുവരുത്തൽ. ഓക്കെ, ഇങ്ങനെയാണ് കൺസെൻറ്റ് ഈസ് ഫ്രീ ആണെന്ന് പറയണമെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാകാൻ പാടില്ല. ഇറ്റ് ഈസ് നോട്ട് കോസ്ഡ് ബൈ എന്നാണ് പറയുന്നത്. ഈ രീതിയിൽ ഉണ്ടാകാത്ത കൺസെൻറ്റ് ആയിരിക്കണം. ദെൻ വാട്ട് ഈസ് കൊയേർഷൻ? When a person is compelled to enter into a contract by the use of force by the other party or under threat, coercion is said to be employed. ഒരു വ്യക്തിയെ നിർബന്ധപൂർവം കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തുന്നു. എങ്ങനെയാണ്? ശക്തി ഉപയോഗിച്ചിട്ട്, ഫോഴ്സ് ഉപയോഗിച്ചിട്ട്, ബലം പ്രയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ത്രെട്ടിലൂടെ, ഭീഷണിയിലൂടെ ഏർപ്പെടുത്തിയാൽ അതിനെയാണ് നമ്മൾ കൊയേഷൻ ഈസ് സെഡ് ടു ബി എംപ്ലോയിഡ്, കൊയേഷൻ നടത്തി എന്ന് പറയുന്നത്. ഒരാളെ നിർബന്ധപൂർവം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ, ത്രെട്ടിലൂടെയോ ഭീഷണിയിലൂടെയോ ബലത്തിലൂടെയോ. സെക്ഷൻ 15 ഓഫ് ദ ആക്ട് ഡിഫൈൻസ് വാട്ട് ഈസ് കൊയേഷൻ. താഴെ പറയപ്പെടുന്ന 5 സിറ്റുവേഷൻ, അതിൻ്റെ നോട്ട് ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരാം. ഒന്നാമത്തത്, കമ്മിറ്റിംഗ് ഓർ ത്രെട്ടണിങ് ടു കമ്മിറ്റ് എനി ആക്ട് ഫോർബിഡൻ ബൈ ദ ഇന്ത്യൻ പീനൽ കോഡ്. ഇവിടെ പറയുന്നുണ്ട് കൊയേഷൻ ഉണ്ടാകുന്ന ഇങ്ങനെയാണ്: ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ ഏതെങ്കിലും ഒരു പ്രവൃത്തി ഇന്ത്യൻ പീനൽ കോഡിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം, IPC പ്രകാരം തെറ്റെന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ മറ്റൊരാളുടെ മേൽ ചുമത്തുന്നു. അടിക്കുക, ഇടിക്കുക, മർദ്ദിക്കുക, തടങ്കലിടുക, ഭീഷണിപ്പെടുത്തുക, അതിനെ നമ്മൾ കൊയേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ആസ് പെർ ദിസ്. ഇതിനകത്ത് പറയുന്നുണ്ട് കമ്മിറ്റിംഗ് ആൻ ഒഫൻസ് ഫോർ ഒബ്റ്റെയിനിങ് ദ കൺസെൻറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അല്ലേ, നമ്മൾ ഒരു ഒഫൻസ് നടത്തുന്നത്, കുറ്റം ചെയ്തിട്ടാണ് കൺസെൻറ്റ് നേടിയെടുക്കുന്നത്. ദാസ് ഡൂയിങ് സംതിങ് ആൻഡ് ദാറ്റ് ഈസ് ഓഫ് ആൻ ഒഫൻസ് പണിഷബിൾ ബൈ ദ ഇന്ത്യൻ പീനൽ കോഡ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് അണ്ടർ ദിസ്. അതുകൊണ്ട് പറയുന്നുണ്ട്, നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്യുന്നു, അത് IPC പ്രകാരം തെറ്റാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൊയേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ആക്ച്വൽ കമ്മിറ്റിംഗ് ദ ഒഫൻസ് ഓർ ത്രെട്ടണിങ് ടു കമ്മിറ്റ് ഈസ് എനഫ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് കൊയേഷൻ. ഒരാളെ നമ്മൾ നിർബന്ധപൂർവം അല്ലെങ്കിൽ ഒരു ആക്ച്വലി ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യുമെന്ന് ഭീഷണിപ്പെടും. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു ഹസ്ബൻഡ് മരിച്ച ലേഡിയോട് അവരുടെ ബന്ധുക്കൾ പറയുന്നു, നിങ്ങൾ ഇന്നൊരാളെ, ബന്ധുവിൽ ഒരാളുടെ മകനെ ദത്തെടുക്കുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ബോഡി ക്രിമേഷൻ ചെയ്യാം. അതായത് ദത്തെടുത്തു എന്ന് നിങ്ങൾ സമ്മതപത്രത്തിൽ ഒപ്പിട്ട് തന്നാൽ നമ്മൾ അതിന് ക്രിമേഷൻ, അതായത് അതിന് ശവം ദഹിപ്പിക്കാനായിട്ട് സമ്മതിക്കാം എന്ന് പറയുന്നു. അങ്ങനെ അവർ ഒപ്പിട്ട് കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ നമുക്ക് അവർക്ക് വേണമെങ്കിൽ കോടതിയിൽ കേസിന് പോകാം. അങ്ങനെ കേസ് നടന്നിട്ടുണ്ട്. രംഗന്യ കമ്മ വേഴ്സസ് അൽവാർ ഷെട്ടി എന്നുള്ളൊരു കേസ് നടന്നിട്ടുണ്ട്. അവിടെ അവസാനം അത് കൊയേഷനാണെന്ന് കോടതി പറഞ്ഞു. ദാറ്റ്സ് എ ത്രെട്ടണിങ് ആണ് ചെയ്യുന്നത്, അല്ലേ. രണ്ടാമത്തത്, അൺലോഫുൾ ഡീറ്റെയിലിംഗ് ഓർ ത്രെട്ടൺ ടു ഡീറ്റെയിൻ ഇൻ പ്രോപ്പർട്ടി. അന്യായമായ ഒരാളുടെ വസ്തു കൈയടക്കി വെക്കുക അല്ലെങ്കിൽ കൈയടക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക. ഡീറ്റെയിൻ ദ പ്രോപ്പർട്ടി ഓർ ത്രെട്ടണിങ് ടു ഡീറ്റെയിൻ എനി പ്രോപ്പർട്ടി ഈസ് ഓൾസോ എമൗണ്ടിങ് ടു കൊയേഷൻ. ഒരാളുടെ പ്രോപ്പർട്ടി പിടിച്ചെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെയും കൊയേഷൻ തോന്നി. ഇഫ് എനി പ്രോപ്പർട്ടി ഈസ് ഡിറ്റൈൻഡ് ബൈ എനി പേഴ്സൺ ബൈ യൂസ് ഓഫ് ഫോഴ്സ് ഓർ അതർ വേസ്, അതർ പാർട്ടി മേ ബി ഫോഴ്സ് ടു ഗിവ് കൺസെൻറ്റ് ടു ദ
എഗ്രിമെൻറ്റ്. ഒരാളുടെ പ്രോപ്പർട്ടി പിടിച്ചെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ പിടിച്ചെടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അയാൾ കോൺട്രാക്റ്റിൽ സമ്മതം മൂടേണ്ടി വന്നാൽ അതിനെയും നമ്മൾ കൊയേഷനായിട്ടേ പറയത്തുള്ളൂ. ഓക്കെ, അവിടെയും കോൺട്രാക്റ്റ് ഒരിക്കലും ഫ്രീ ആയിട്ട് കണക്കാക്കില്ല, കൺസെൻറ്റ് ഫ്രീ ആയിട്ട് കണക്കാക്കില്ല. ഉദാഹരണത്തിന് ഒരാളുടെ ഏജൻ്റാണ്. അപ്പോൾ അയാളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ ഏജൻസി ബിസിനസ്സിൻ്റെ ഏജൻസി ബിസിനസ്സിനാണ് അയാൾ ബുക്സ് ഓഫ് അക്കൗണ്ട് കൈമാറാൻ പറയുന്നു. ഏജൻറ്റിനോട് പ്രിൻസിപ്പൾ പറയുന്നു. അപ്പം പ്രിൻസിപ്പളിനോട് അയാൾ പറയുന്നു ബുക്ക് ഓഫ് അക്കൗണ്ട് തരില്ല, പകരം എന്ത് ചെയ്യണം, എല്ലാ ലൈബിലിറ്റീസ് തീർത്താലേ ബുക്സ് ഓഫ് അക്കൗണ്ട് കൈമാറത്തുള്ളൂ എന്ന് ഏജൻറ്റ് പ്രിൻസിപ്പളിനെ ഭീഷണിപ്പെടുത്തുന്നു. അല്ലെങ്കിൽ എനിക്ക് ഇത്ര രൂപ തന്നാലേ ഞാൻ ബുക്സ് ഓഫ് അക്കൗണ്ട് കൈമാറത്തുള്ളൂ എന്ന് ഏജൻറ്റ് പ്രിൻസിപ്പളിനെ ഭീഷണിപ്പെടുത്തിയാൽ ഏജൻസി ബിസിനസ്സിൽ ഏജൻറ്റ് കൊയേഷൻ നടത്തിയെന്ന് നമുക്ക് പറയാം. ഓക്കെ, മൂന്നാമത്തത് ഇൻറ്റൻഷൻ ഓഫ് കോസിങ് എനി പേഴ്സൺ ടു എൻ്ററിൻ്റെ മൂന്നാമത്തെ കാര്യം പറയുന്നുണ്ട്. കൊയേഷൻ സാധാരണ ചെയ്യുന്നത് മറ്റേ വ്യക്തിയെ നിർബന്ധിച്ച് കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്താനായിരിക്കണം. ഇൻറ്റൻഷൻ ഓഫ് കോസിങ് എനി പേഴ്സൺ ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്റ്റ്, അല്ലേ? To prove coercion, it is not sufficient that the committing or threatening to commit a forbidden act exists, but it is also established that the committing or the threat of such forbidden act was effectively used the intention of compelling the person to enter into the agreement എന്ന് പറയുന്നത്. അതായത് കൊയേഷൻ നമുക്ക് പറയണമെങ്കിൽ മറ്റേ വ്യക്തിയെ ഭീഷണിപ്പെടുത്തു എന്ന് നമ്മൾ പറയാൻ പറ്റത്തില്ല. ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ തട്ടിയെടുത്തു, അയാളുടെ സ്വത്ത് തട്ടിയെടുത്തു എന്നല്ല നമ്മൾ പറയേണ്ടത്. അതുകൊണ്ട് അയാൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു എന്നാണ് തെളിയിക്കേണ്ടത്. ഓക്കെ, അവിടെ എന്താ വേണ്ടത്? ഇൻറ്റൻഷൻ ഓഫ് ത്രെട്ടണിങ് ടു കമ്മിറ്റ് എ ഫോർബിഡൻ ആക്ട് എന്തിനു വേണ്ടിയാണ്? മറ്റേ വ്യക്തിയെ കോൺട്രാക്റ്റിലേക്ക് കൊണ്ടുവരാനാണെന്ന് തെളിയിച്ചിരിക്കുന്നത്. ദാറ്റ്സ് എ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, കൊയേഷൻ ക്യാൻ ബി അപ്ലൈഡ് എയ്തർ ബൈ എ പാർട്ടി ടു ദ കോൺട്രാക്ട് ഓർ എനി സ്ട്രേഞ്ചർ. കൊയേഷൻ സാധാരണയായിട്ട് കോൺട്രാക്റ്റുള്ള വ്യക്തിയാകാൻ നടത്തുന്നത്, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി അയാളുടെ ഗുണ്ടകളോ സ്ട്രേഞ്ചറോ ആകാം, അങ്ങനെയാകാം, അല്ലേ? അതായത് ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് ദ കൊയേഷൻ മേ ബി അപ്ലൈഡ് ബൈ ദ അതർ പാർട്ടി ആകാം, അല്ലെങ്കിൽ ഇവനെ സ്ട്രേഞ്ചർ ആകാം, അല്ലേ? നമുക്ക് എക്സ് ആൻഡ് വൈയും കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. എക്സ് വൈയോട് നിർബന്ധപൂർവ്വം ഇതിനകത്ത് ഏർപ്പെടാൻ പറയുന്നു. എക്സ് കേൾക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? വൈ ഇസഡ് മുഖാന്തരം എക്സിനെ ത്രട്ടൺ ചെയ്യുന്നു. അവിടെ എന്താണ് ചെയ്യുന്നത്? എക്സ് അല്ല ചെയ്യുന്നത്, പകരം എന്താണ്? എക്സ് ഇസഡ് എന്നുള്ള തേർഡ് പാർട്ടി സ്ട്രേഞ്ചറെ കൊണ്ടാണ്. അങ്ങനെ ചെയ്താലും അതിനെ എന്താക്കാം? കൊയേഷനായിട്ട് കണക്കാക്കാം. ലാസ്റ്റ് വൺ, ദ പ്ലേസ് ഓഫ് കൊയേഷൻ. എവിടെ വെച്ച് കൊയേഷൻ നടന്നു എന്ന് നിർബന്ധമല്ല. എവിടെ വെച്ച് നടന്നാലും കൊയേഷൻ തന്നെയാണ്, അല്ലേ? An act to amount of coercion must be such that it is forbidden by them. ഇവിടെ പറയുന്നുണ്ട്, ഇപ്പോൾ കപ്പലിൽ വെച്ച് നടന്നാലും കടലിൽ വെച്ചാണ് നടന്നത്, അല്ലെ? കടലിൽ വെച്ച് നടന്ന കൊയേഷൻ ആണെങ്കിലും അത് ഇന്ത്യൻ പീനൽ കോഡ്, നമ്മുടെ രാജ്യത്തെ പീനൽ കോഡ് പ്രകാരം തെറ്റാണ് എങ്കിൽ, നിർബന്ധമാണ് എങ്കിൽ അതിൻ്റെ സ്ഥലം നമ്മുടെ ഇന്ത്യൻ അതിർത്തിയൊന്നും ഒന്നുമില്ല, സി ആണെങ്കിലും അത് പ്ലേസ് ഓഫ് കൊയേഷൻ, ഇവിടെ വെച്ച് കൊയേഷൻ നടത്തുന്നത് ഇമ്മെറ്റീരിയലാണ്. നിയമപ്രകാരം നിർബന്ധം നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. ദ പ്ലേസ് ഓഫ് കൊയേഷൻ ഈസ് ഇമ്മെറ്റീരിയൽ വെദർ ഇറ്റ് ഈസ് the law state that if the coercion is forbidden by the Indian Penal Code, it is coercion. It is immaterial whether the penal code is or not in force in the place where it is performed. ഇപ്പോൾ കപ്പലിൽ വെച്ച് നടന്നു, ഇന്ത്യൻ കടലതിർത്തിക്ക് വെളിയിൽ വെച്ച് നടന്നാലും ഇന്ത്യയിലുള്ള ഒരാളാണ്, രണ്ടുപേരും ഇന്ത്യയിലുള്ളതാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരാളാണെങ്കിൽ ഇന്ത്യയിൽ അയാൾക്ക് കേസ് കൊടുക്കാം. അത് കടലിൽ വെച്ച് നടന്നു, ഇന്ത്യൻ അതിർത്തിക്ക് വെളിയിൽ, അതൊന്നും പ്രശ്നമേ അല്ല. ഇറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ വെദർ ഇറ്റ് ഈസ് ഹാപ്പൻഡ് beyond the Indian territory. Okay, this is the 5 point. എന്തൊക്കെയാണ്? threatening to commit, unlawful detaining, intention to causing the other person to enter into the contract, it is applied by the party or any stranger, the place is immaterial. Last 2 point, threat to commit suicide. ആത്മഹത്യ ചെയ്യുമെന്ന് ഒരാൾ ഭീഷണിപ്പെടുത്തുന്നു മറ്റേ ആളോട്, അയാൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തില്ല എങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും, ഇതും കൊയേഷൻ തന്നെയാണ്. അതായത് അയാളെ ഭീഷണിപ്പെടുത്തണം. ഒരാൾ പറയുകയാണ് ഞാനും എൻ്റെ മക്കളും ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ഭാര്യയും മക്കളും ആത്മഹത്യ ചെയ്യും, നിങ്ങൾ എനിക്ക് സ്വത്ത് ഒപ്പിട്ട് തന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞ് അയാളെ നിർബന്ധിച്ച് ഒപ്പിടിപ്പിക്കുന്നു. അപ്പോൾ അയാൾ പേടിച്ചു, ഒരു ആത്മഹത്യ ചെയ്ത് എന്നെ കേസിൽപ്പെടുത്തുമല്ലോ എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്താലും ദാറ്റ് ഈസ് സെഡ് ടു ബി ത്രെട്ടണിങ് ടു കമ്മിറ്റ് സൂയിസൈഡ് ഈസ് ഓൾസോ എ കൊയേഷൻ. സെക്ഷൻ 19 ഓഫ് ദ എഫക്ട് ഓഫ് കൊയേഷൻ എന്താണെന്ന് പറയുന്നുണ്ട്. ലേസ് ഡൗൺ ദാറ്റ് ഒരു കൺസെൻറ്റ് ഒരാളുടെ വ്യക്തി അല്ലെങ്കിൽ കൊയേഷനിലൂടെയോ അല്ലെങ്കിൽ ഫ്രീ കൺസെൻറ്റ് അല്ലാതായി കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വോയിഡബിൾ കോൺട്രാക്റ്റ്. വോയിഡബിൾ കോൺട്രാക്റ്റ് ആണ്. അവിടെ ആ വോയിഡബിൾ കോൺട്രാക്റ്റിനകത്ത് ആരുടെ കൺസെൻ്റ് ആണോ ഫ്രീ അല്ല എന്ന് അവർ പറയുന്നത്, അവർക്കിഷ്ടപ്രകാരം ഒന്നുകിൽ കോൺട്രാക്റ്റ് റിജക്റ്റ് ചെയ്യാം, പുറമേ പോകാം, കോൺട്രാക്റ്റിൽ നിന്ന് പുറത്തേക്ക് പോകാം, ഓർ ഹി ക്യാൻ അക്സെപ്റ്റ് ഇറ്റ്, അല്ലെങ്കിൽ അയാൾക്ക് കോൺട്രാക്റ്റിൽ അക്സെപ്റ്റ് ചെയ്ത്
അയാൾക്ക് കോൺട്രാക്റ്റിൻ്റെ ഭാഗമായ, അതുകൊണ്ട് ഇതിനെ വിളിക്കുന്നു ഇറ്റ് ഈസ് എ വോയിഡബിൾ കോൺട്രാക്റ്റ്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വോയിഡബിൾ കോൺട്രാക്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ക്ലിയർ? ദിസ് ഈസ് അബൌട്ട് കൊയേർഷൻ. ക്ലിയർ? ഓക്കെ. അപ്പം സൂയിസൈഡ് ചെയ്യാമെന്ന് പറയുന്നത് കൊയേർഷൻ തന്നെയാണ്. അതുപോലെ തന്നെ കൊയേർഷൻ നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് ഫ്രീ കൺസെൻറ്റ് ഏത് രീതിയിലായാലും, ഇനി അടുത്ത് അൺഡ്യൂ ഇൻഫ്ലുവൻസ് പഠിക്കുന്നുണ്ട്, ഇതൊക്കെ പഠിക്കുന്നുണ്ട്. ഏത് കൺസെൻറ്റ് ഫ്രീ അല്ല എന്ന് പറഞ്ഞാലും ആരാണോ പരാതി പറയുന്നത് അയാൾക്ക് കോൺട്രാക്റ്റിന് പിന്മാറാം എന്നാണ് നിയമം പറയുന്നത്. എ വോയിഡബിൾ കോൺട്രാക്ട്. ക്ലിയർ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ നല്ലതുപോലെ പഠിക്കണം. ഞാൻ കുറച്ച് പുസ്തകം എല്ലാവർക്കും ഉണ്ടെന്ന് അറിയാം, എന്നാലും ഞാൻ ആ 2 പേജ് മാത്രം ഒന്ന് ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് അയക്കാം. എന്തെങ്കിലും ആവശ്യമുള്ളവർ അത് ഉപയോഗിക്കുക. ഓക്കെ, താങ്ക് യു.